വർഷ എന്നൊരു വിദ്യാർത്ഥി കൂടി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. വർഷ, ഇതിൽ എന്താണ് വർഷയ്ക്ക് പറയാനുള്ളത്? ഞങ്ങൾ ആക്ച്വലി MBA 2022-24 ബാച്ച് ആണ്. അപ്പം തേർഡ് സെം എക്സാംസ് കഴിഞ്ഞ വർഷം മെയിൽ നടത്തിയിട്ട് ഒരു വർഷം ആവുന്നുണ്ട്. ഇതുവരെ നമുക്ക് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി പോയി അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് പേപ്പർ മിസ്സിംഗ് ആണ്, സോ വാല്യുവേഷൻ നടക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. സോ നമ്മളിപ്പോ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാൽ തന്നെ അവർ ആദ്യം ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ്സാ. അപ്പൊ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നെ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുക. ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റി എക്സാംസ് എല്ലാം നല്ല ഡിലേ ആയിട്ടാണ് നടത്തിയത്. സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ കരിയർ ബ്രേക്ക് വരികയാണ്, അതുപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുക. ഇതുപോലെ തന്നെ ഫോർത്ത് സെമ്മിന്റെ എക്സാമും നമുക്ക് നവംബറിൽ കഴിഞ്ഞു. ഇപ്പൊ തേർഡ് പബ്ലിഷ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഫോർത്തും ഇതിപ്പം വീണ്ടും ഡിലേ ആയി പോവും. സോ 2 വർഷം MBA എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് 3 ഇയർ ആവുകയാണ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതെ, അത്രയൊരു ലാഗും വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം. ഇത് എന്നാണ് എക്സാം പറഞ്ഞിരിക്കുന്നത് വർഷ? എക്സാം April 2nd വീക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രോജക്ട് ഫിനാൻസ് എന്നുള്ള പേപ്പറാണ്. അതിപ്പം ഈ പറഞ്ഞ പോലെ 5 കോളേജസിൽ നിന്ന് 71 സ്റ്റുഡൻസിന് പോയിട്ടുണ്ട്. അപ്പം ഇത് പ്രാക്ടിക്കലി പോസിബിൾ ഒന്നും അല്ല. ലൈക്ക് നമ്മൾ പഠിച്ച കാര്യം തന്നെ വീണ്ടും പഠിച്ച് എഴുതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് അല്ലല്ലോ. ഇതിപ്പോൾ നിങ്ങൾ അന്വേഷിച്ചപ്പോഴും ഈ രീതിയിൽ എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് എന്തായാലും ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് തരത്തിലായിരുന്നു നിങ്ങൾക്ക് അവർ വിശദീകരണം നൽകിയത്? ഇല്ല, അവർ ആക്ച്വലി ആദ്യം പറഞ്ഞത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ മാസം അവസാനം വരും, അല്ലെ അടുത്ത മാസം തുടക്കം വരും, ഇങ്ങനെ നീട്ടി പൊക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു സമയം ആയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ജസ്റ്റ് അത് റൂമേഴ്സ് ആയിരുന്നു, ഇങ്ങനെ പേപ്പർ മിസ്സിംഗ് ആണ് എന്നൊക്കെ കേട്ടു. സോ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നത്, പേപ്പർ മിസ്സിംഗ് ആണ് എന്നുള്ളത്. പിന്നെ പ്രതിസന്ധിയിലുണ്ട് വർഷ, കൂടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ? ഉണ്ട്. അത്യാവശ്യം കുറച്ചു പേർക്ക് മെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരി, എന്തായാലും ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന വർഷ. ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും കാര്യം. നമ്മൾ പലപ്പോഴും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഭിമാനത്തോടു കൂടി പലരും പറയുന്നുണ്ടാകും. പക്ഷെ അതിനിടയിലുണ്ടായ ഇത്തരം ഒരു പ്രശ്നം, അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന രീതിയിൽ വലിയൊരു പ്രശ്നത്തിലേക്കാണ്. ഇനിയിപ്പോൾ ഒരു അധ്യാപകൻ ഉത്തരക്കടലാസുകൾ നഷ്ടമായതുകൊണ്ട് 71 വിദ്യാർത്ഥികളാണ് അതേ പരീക്ഷ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വീണ്ടും അവർക്ക് ഇത്ര ദിവസത്തിനകം പരീക്ഷ എഴുതണം എന്നുള്ള മെയിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എക്സാം ഫീസ് ഒന്നും ഇല്ലാതെ നിങ്ങളെ പരീക്ഷ എഴുതിക്കുന്നല്ലോ എന്നുള്ള മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും, യൂണിവേഴ്സിറ്റിയിലെ ഓരോ ഉദ്യോഗസ്ഥരും അവരെ കൈയൊഴിഞ്ഞു വിടുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാതെ പറ്റുകയില്ല, അവരാണ് പ്രതിസന്ധിയിലാകുന്നത്.